മലയാള നാടിനെ കണ്ണീരണിയിച്ച വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് 2 വയസ്സ്. പുത്തുമലയിൽ ഹൃദയഭൂമിയിൽ അല്പസമയത്തിനകം സർവമത പ്രാർത്ഥന നടക്കും. BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയലിൻ്റെ നേതൃത്വത്തിലാണ് രാവിലെ ഹൃദയഭൂമിയിൽ പുഷ്പാർച്ചന നടന്നത്. വിവരങ്ങളുമായി പുത്തുമലയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, മഹാദുരന്തത്തിൻ്റെ ഓർമ്മകൾക്ക് 2 ആണ്ട് പൂർത്തിയാവുകയാണ്. അവിടെ ആ ഭൂമിയിൽ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ യാതൊന്നും തന്നെ മറക്കാൻ കഴിയാതെ വേദനയോടെ വിറങ്ങലിക്കുന്ന ഹൃദയത്തോടെ നൂറുകണക്കിന് മനുഷ്യർ അവിടങ്ങളിലായി ജീവിച്ചിരിപ്പുണ്ട്. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ബന്ധുക്കളെ, സ്വന്തം വീട്, സ്വന്തം നാട്, പഠിച്ച പള്ളിക്കൂടമടക്കം എല്ലാം ഒലിച്ചുപോയ സാഹചര്യം. അവർക്ക് തിരിച്ചു നൽകാൻ എന്ത് നൽകിയാലും മതിയാവില്ല. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മുടെ നാട് സ്മരണകൾ പുതുക്കുകയാണ്. അവിടെ സർവമത പ്രാർത്ഥന നടക്കുന്നു, പുഷ്പാർച്ചന നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അരുൺ കൊടുങ്ങൂർ. വിനോദ്, സർക്കാർ തലത്തിൽ പഞ്ചായത്തിൻ്റെ തലത്തിൽ നടക്കുന്ന പുഷ്പാർച്ചന അല്പസമയങ്ങൾക്കുള്ളിൽ അവിടെ നടക്കും. അതിനായുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുക. രാവിലെ മുതൽ തന്നെ ഈ പുത്തുമലയിലെ ഹൃദയഭൂമിയിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഈ നാടിൻ്റെ ഒന്നാകെ ഒരു ഹൃദയത്തിൽ കുറഞ്ഞ അന്ത്യാഞ്ജലികളാണ് ഇവർക്കോർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഹൃദയഭേദകമായുള്ള ആ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണാൻ ആകുക. അല്പസമയങ്ങൾക്ക് മുമ്പ് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. ഇനി സർക്കാർ തലത്തിലുള്ള ചടങ്ങുകളാണ്. സർവമത പ്രാർത്ഥന, അതോടൊപ്പം തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ചടങ്ങുകൾ കൂടിയാണ് ഇവിടേക്ക് നടക്കുന്നത്. എന്തായാലും ആ ചടങ്ങുകൾക്കായി ഒരുക്കങ്ങളിൽ തന്നെയാണ് ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. ഒരു വൈകാരികമായ മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്, അതിലേറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത് ഈ പുനരധിവാസം എന്നുള്ളതാണ്. ഈ ഒരുപാട് ആളുകൾ ഇപ്പോഴും സ്വന്തമായി ഒരു വീട് എന്നുള്ള ആ ഒരു വലിയ സ്വപ്നത്തിനായി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അതെന്ന് പക്ഷേ കിട്ടുമെന്നുള്ളത് ഒരിക്കലും അവർക്ക് അറിയില്ല. കാരണം അത്ര വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആ ബന്ധുവീടുകളിലും അതോടൊപ്പം തന്നെ ഏറ്റവും ബന്ധുവീടുകളിലും വാടക വീടുകളിലും ഒക്കെ തന്നെ അഭയം പ്രാപിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇവരൊക്കെ തന്നെയും ഇരിക്കുന്നത്. അതൊരു വലിയ പ്രശ്നമായി, പ്രതിസന്ധിയായി എല്ലാം തന്നെ ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽ ഈ നാടൊന്നാകെ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആ പുനരധിവാസം എന്നത് 2ാം ഘട്ടത്തിലേക്ക് മാത്രമാണ് എത്തി നിൽക്കുന്നത്. പക്ഷേ അത് എന്ന് പൂർത്തിയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു നടപടിയുമില്ല. 400-ലധികം വീടുകളാണ് ഇവിടെ ടൗൺഷിപ്പിലൂടെ നിർമ്മിച്ച് നൽകേണ്ടത്. ഇപ്പോൾ പകുതിയിൽ പോലും വീടുകൾ ഈ 2 വർഷമായിട്ട് നിർമ്മിച്ച് നൽകിയില്ല. ആ ദുരന്തമുണ്ടായി 6 മാസങ്ങൾക്ക് ശേഷം വീടുകളെല്ലാം തന്നെ പൂർണ്ണമായി നിർമ്മിച്ച് നൽകുമെന്നായിരുന്നു അന്ന് നൽകിയ വാഗ്ദാനം. പക്ഷേ ഇപ്പോഴും ആ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. 2 മാസങ്ങൾക്കപ്പുറത്തേക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ആ നടപടിയിലേക്ക് ഒന്നും എത്തുന്നില്ല. വ്യക്തമാണ് അരുൺ കൊടുങ്ങൂർ. കേരളത്തെ കണ്ണീരണിയിച്ച വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് 2 ആണ്ട് പൂർത്തിയാവുകയാണ്. പുത്തുമലയിൽ ഹൃദയഭൂമിയിൽ അല്പസമയത്തിനകം സർവമത പ്രാർത്ഥന നടക്കും. അവിടെ രാവിലെ തന്നെ പുഷ്പാർച്ചനകൾ വിവിധ സംഘടനകൾ നടത്തുന്നുണ്ട്. BJPയുടെ നേതൃത്വത്തിലും രാവിലെ പുഷ്പാർച്ചന നടന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ദുരന്ത ഭൂമിയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ.